മകളെ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് കോഷി സീക്വൻസ് എന്ന കൺസെപ്റ്റ്. ഈ കോഷി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കൺവേർജ് ചെയ്യാൻ ചാൻസ് ഉള്ളവർ, അതായത് സൂയിസൈഡ് മാനിയുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ വിളിക്കും. സീക്വൻസുകളിൽ അനുകൂല സാഹചര്യം വന്നാൽ സൂയിസൈഡ് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ടു ബി കോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനേഷനിൽ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നിടത്ത് രണ്ട് ഡിഫറെൻറ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസാണ് ലെസ് ദാൻ എപ്സിലോൺ ആവുക. സാധാരണ മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നതിന് പകരം മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അത് കെത്ത് ഏജിന് ശേഷം വരുന്ന ഏത് രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസും ലെസ് ദാൻ എപ്സിലോൺ. അതായത് അവസാനത്തെ ടേമുകൾ വളരെയധികം കൺജസ്റ്റഡ് ആയിരിക്കും എന്നതിനർത്ഥം. ഓക്കെ, ഇത് 1/2 1/3 1/4 അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം സീറോയുടെ അടുത്ത് ടേമുകൾ വളരെയധികം തിക്കായിട്ടാണ്, ഡെൻസാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് വെരി 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 സ്മോളാണ്. ഓക്കെ, ഇതാണ് കോഷിയുടെ കൺസെപ്റ്റ്. അപ്പോൾ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് സെഡ് ടു ബി കോഷി എന്ന് പറഞ്ഞാൽ കൺവേർജിൻ്റെ ഏകദേശം സെയിം ഡെഫിനേഷൻ. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ കെ ഓഫ് എപ്സിലോൺ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് എഴുതുന്നതിന് പകരം എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ. അതായത് കേത്ത് ടേമിന് ശേഷം വരുന്ന ഏത് രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസും ലെസ് ദാൻ എപ്സിലോൺ, അല്ലെങ്കിൽ ഡിസ്റ്റൻസും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കോഷി സീക്വൻസുകളെ ജനറലി നമ്മൾ പറയുക ടെൻഡൻസി ടു കൺവേർജ് എന്ന് പറയാം. കൺവേർജ് ചെയ്യാനുള്ള ടെൻഡൻസിയുള്ള സീക്വൻസുകൾ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1/n ഒരു കോഷി സീക്വൻസാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 1/n ടെൻസ് ടു 0 എന്ന് നമുക്കറിയാം, ഓൾറെഡി കൺവേർജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പർട്ടിക്കുലർ ടേമിന് ശേഷം ഇപ്പോൾ k-th ടേം മുതലുള്ള അവർ തമ്മിലുള്ള ഡിഫറൻസ് 1/n 0 തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 കിട്ടും. ഈ 1/n എന്നെടുക്കുന്നതിന് പകരം 1/m എടുത്താലും അവിടെ വേറൊരു ടേം ഏജ് ആയിരിക്കും, അത് k-th ടേം മുതലുള്ള ഏജ് ആയിരിക്കും. ഓക്കെ, ലെറ്റ് k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 കോമ k2 കൊടുത്തു കഴിഞ്ഞാൽ ഈ 1ഉം 2ഉം ഇക്വേഷൻസ് കെയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ 1 and 2 ഈസ് ട്രൂ ഫോർ k. നൗ കൺസിഡർ നമുക്ക് എക്സ് എൻ മോഡ് എക്സ് എൻ മൈനസ് എക്സ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടേണ്ടത്. അതിന് വേണ്ടി മോഡ് 1/n മൈനസ് 1/m, മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ് എം തന്നെ എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു മോഡ് 1/n മൈനസ് 1/m. ഒരു 0 കൊടുത്തുകൊണ്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുക. 0 ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ അതിനർത്ഥമൊന്നുമില്ല. അപ്പം മോഡ് 1/n മൈനസ് 0 അല്ലേ പ്ലസ് 1/m മൈനസ് 0 എന്ന് കിട്ടുന്നു ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രകാരം. ഇനി ഫസ്റ്റ് ടേം ഇക്വേഷൻ 1 പ്രകാരം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, സെക്കൻഡ് ടേം ഈസ് ആൾസോ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ജസ്റ്റ് സബ്മിറ്റ്, ദെൻ വി വിൽ ഗെറ്റ് വാട്ട് 1/n മൈനസ് 1/m ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അതായത് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ഓർ ഈക്വൽ ടു കെ. കോഷിയുടെ ഡെഫിനേഷനാണ്. ഫോർ എക്സ് ഈക്വൽ ടു 1/n ഈസ് കോഷി സീക്വൻസ്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും കോഷി ആയിരിക്കും. അത് തൊട്ട് മുന്നേ ഒരു എക്സാമ്പിൾ നമുക്ക് ഓൾറെഡി കിട്ടി, 1/n ടെൻസ് ടു 0 ആണ്, അത് കോഷിയാണെന്ന് കിട്ടി. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി നമ്മളിവിടെ തിയറാണ് എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് കോഷി. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. പ്രൂവ് ദാറ്റ് എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് കോഷി. ഓക്കെ, അപ്പോൾ സപ്പോസ് ചെയ്ത് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഉണ്ടാവും. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ. By the definition of the limit corresponding to epsilon greater than 0, you can find out an age k of epsilon by 2 such that mod xn minus x is less than epsilon by 2 for every n greater than or equal to k of epsilon by 2. ഇത് എക്സ് എന്നിന് ഉപയോഗിച്ച് ഇതേ റിസൾട്ട് നമ്മൾ എക്സ് എമ്മിനും ഉപയോഗിക്കുന്നു. മോഡ് എക്സ് എം മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എം ഗ്രേറ്റർ ഓർ ഈക്വൽ ടു കെ എന്ന് പറയുന്നതിന് പകരം വേറൊരു പേരെടുത്തു, എച്ച് ഓഫ് എപ്സിലോൺ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ എച്ച് ഓഫ് എപ്സിലോൺ രണ്ട് പേർക്കും വർക്ക് ചെയ്യും. എക്സ് എമ്മിനും വർക്ക് ചെയ്യും, എക്സ് എന്നിനും വർക്ക് ചെയ്യും. നൗ കൺസിഡർ മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എക്സ് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം കൊടുക്കുന്നു. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എം മൈനസ് എക്സ്. Both values are less than epsilon by 2. So epsilon by 2 plus epsilon by 2 equal to epsilon. That means we get mod xn minus xm less than epsilon for every n comma m greater than or equal to h of epsilon. അല്ലേ, അത് കോഷിയുടെ ഡെഫിനേഷനാണ്.
അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രൂഫാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് കോഷി ചോദിക്കും. കൺവേർജൻ്റെ ഡെഫിനേഷൻ എക്സ് എന്നിനും എക്സ് എമ്മിനും അപ്ലൈ ചെയ്തിട്ട് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി തിരിച്ചുള്ള അടുത്ത റിസൾട്ടാണ് എവരി കോഷി സീക്വൻസ് ഈസ് ബൗണ്ടഡ്. എല്ലാ കോഷി സീക്വൻസുകളും ബൗണ്ടഡ് ആയിരിക്കും. പക്ഷേ കോൺവേഴ്സ് ട്രൂ അല്ല കേട്ടോ. ഈ തിയറം 3.5.4ൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. എവരി കോഷി സീക്വൻസ് ഈസ് ബൗണ്ടഡ് ബട്ട് കോൺവേഴ്സ് നോട്ട് ട്രൂ. അതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം എക്സ് ഈക്വൽ ടു എക്സ് എൻ കോഷിയാണെന്ന് പറഞ്ഞു. കോഷിയുടെ ഡെഫിനേഷൻ എന്താ? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ അല്ലേ? അപ്പോൾ അതിനകത്ത് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എന്നുള്ള ആ കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മോഡ് എക്സ് എൻ ലെസ് ദാൻ മോഡ് എക്സ് എം പ്ലസ് എപ്സിലോൺ ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ. അത് മോഡ്ലെസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി എന്നുള്ള ആ കൺസെപ്റ്റാണ് ഉപയോഗിച്ചത്. ഓക്കെ, ടേക്ക് എപ്സിലോൺ ഈക്വൽ ടു 1 കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് കിട്ടും? മോഡ് എക്സ് എൻ ലെസ് ദാൻ മോഡ് എക്സ് എം പ്ലസ് 1 ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ. ഇൻ പർട്ടിക്കുലർ എമ്മിൻ്റെ വാല്യൂ കെ കൊടുത്താലും വർക്ക് ചെയ്യും. സോ മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് കെ പ്ലസ് 1 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മോഡ് എക്സ് കെ പ്ലസ് 1. അപ്പോൾ നമ്മൾ എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചു. ഓക്കെ, അവിടെ മോഡ് എക്സ് പ്ലസ് 1 എന്നായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. മോഡ് എക്സ് എൻ ലെസ് ദാൻ മോഡ് എക്സ് പ്ലസ് 1. ഇവിടെ ആകുമ്പോൾ മോഡ് എക്സ് എൻ ലെസ് ദാൻ മോഡ് എക്സ് കെ പ്ലസ് 1 ആയിരിക്കും. അതായത് ഇവിടെ കെത്ത് ടേം മുതലുള്ള എല്ലാവരും ബൗണ്ടഡ് ബൈ മോഡ് എക്സ് കെ പ്ലസ് 1 ആണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള ടേമുകളെയൊക്കെ എഴുതി അതിന് മോഡ് എക്സ് 1 മോഡ് എക്സ് 2 എക്സെട്ര മോഡ് എക്സ് കെ മൈനസ് 1 കൂടാതെ മോഡ് എക്സ് കെ പ്ലസ് 1 കൊടുത്ത് അതിൻ്റെ മാക്സിമം എടുത്തു എം എന്ന്. ചൂസ് എം ഇസ് ഈക്വൽസ് ദ മാക്സിമം ഓഫ് മോഡ് എക്സ് 1 കോമ മോഡ് എക്സ് 2 കോമ എക്സെട്ര മോഡ് എക്സ് കെ മൈനസ് 1 കോമ മോഡ് എക്സ് കെ പ്ലസ് 1. ശ്രദ്ധിക്കാം, മോഡ് എക്സ് കെ എന്ന് എഴുതിയിട്ട് പ്ലസ് 1 വലിയിലാണ് ശ്രദ്ധിക്കുക. ഓക്കെ, അത് തൊട്ട് മുകളിൽ ആ ഇൻ പർട്ടിക്കുലർ എന്നുള്ള കേസ് ഉപയോഗിച്ച് ചെയ്താണ്. സോ മോഡ് എക്സ് എൻ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് മാക്സിമം എം ഫോർ എവരി എൻ. അപ്പോൾ എല്ലാ സീക്വൻസ് വാല്യൂസിനെയും ക്യാപിറ്റൽ എം ഉപയോഗിച്ച് ബൗണ്ട് ചെയ്യാൻ പറ്റും. മൈനസ് എം ലോവർ ബൗണ്ടും ക്യാപിറ്റൽ എം അപ്പർ ബൗണ്ടും ആകുന്നു. ദോർഫോർ ദിസ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. സോ എവരി കോഷി സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്ന് കിട്ടും. ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്നുള്ളതിന് എക്സാമ്പിളാണ് എക്സ് ഈക്വൽ ടു -1 റൈസ് ടു എൻ, ആ ഓസിലേറ്റിംഗ് സീക്വൻസ്. അത് കോഷിയല്ല. കാരണം കോഷിയാണെങ്കിൽ കൺവേർജൻ്റ് ആവും എന്നുള്ളത് അടുത്ത റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അത് കോഷിയല്ല. അപ്പോൾ തിയറം 3.5.4ൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് പറയുന്നതിന് എക്സ് ഈക്വൽ ടു -1 റൈസ് ടു എൻ എന്ന് എടുക്കുക. അതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്, ബട്ട് നോട്ട് കോഷി. അത് കാരണം അത് കോഷിയാണെങ്കിൽ അത് കൺവേർജൻ്റ് ആവും എന്ന് തൊട്ടടുത്ത തിയറം പറയുന്നുണ്ട്. അതാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, കോഷി ക്രൈറ്റീരിയ, കൺവേർജൻസ് ക്രൈറ്റീരിയ. ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോഷി എന്ന് പറയും. ഒരു പാർട്ട് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. സപ്പോസ് എക്സ് എൻ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. തൊട്ട് മുന്നിൽ ലെമ്മ 3.5.3 പ്രകാരം എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് കോഷി എന്ന് കിട്ടും. അപ്പോൾ തിയറം 3.5.3 പ്രകാരം എക്സ് എൻ കോഷി സീക്വൻസ് ആയി. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. കോഷി സീക്വൻസ് ആണെങ്കിൽ അത് ഓൾറെഡി എന്തായി മാറും? ബൗണ്ടഡ് സീക്വൻസ് ആവും. അപ്പോൾ എക്സ് എൻ ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ആയി. എക്സ് ഈക്വൽ ടു എക്സ് എൻ ബൗണ്ടഡ് ആണെങ്കിൽ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം പ്രകാരം എക്സിൻ ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടാവും. അതിന് എക്സ് ഡാഷ് എന്ന് പേര് കൊടുത്തു. ലെറ്റ് എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ ബി എ സബ് സീക്വൻസ് ഓഫ് എക്സ് വിച്ച് ഈസ് കൺവേർജൻറ്റ്. ഇനി അത് കൺവേർട്ട് ചെയ്യുന്ന പോയിൻ്റ് എക്സ് സ്റ്റാർ എന്നും പേര് കൊടുത്തു. അപ്പോൾ ഈ കോഷി സീക്വൻസിൻ്റെ പ്രത്യേകത, ഒരു സബ് സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നത് എക്സ് സ്റ്റാറിലേക്കാണെങ്കിൽ എല്ലാ സബ് സീക്വൻസും ഗിവൺ സീക്വൻസ് തന്നെ ആ എക്സ് സ്റ്റാറിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തു എക്സ് എൻ ടെൻസ് ടു എക്സ് സ്റ്റാർ. പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്സിലോൺ അപ്ലൈ ചെയ്യാൻ പോകണം. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇനി നമുക്കറിയാം സബ് സീക്വൻസ് എവിടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? എക്സ് സ്റ്റാറിലേക്ക്. അതായത് എക്സ് എൻ കെ ടെൻസ് ടു എക്സ് സ്റ്റാർ ആണ്. ബൈ ദ ഡെഫിനിഷൻ ഒരു കേത്തേജിന് വരെ ഇവിടെ K1th ഏജ് ആയിരിക്കും. എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 ഓഫ് എപ്സിലോൺ. ഇൻ പർട്ടിക്കുലർ K1th കേസിലും അത് വർക്ക് ചെയ്യും. അതിനർത്ഥം മോഡ് എക്സ് K1 മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇനി ഗിവൺ സീക്വൻസ് കോഷിയാണ്. അപ്പോൾ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ ഈസ് ആൾസോ കോഷി ആയിരിക്കും.
അപ്പോൾ സബ്സീക്വൻസും കോഷി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ആൻഡ് കെക്ക് കോഷിയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ഒരു ഏജ് ഉണ്ടാവും h1 ഓഫ് എപ്സിലോൺ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് എം കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ കെ കോമ എം കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h1 ഓഫ് എപ്സിലോൺ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് k1 ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h1 ഓഫ് എപ്സിലോൺ വിത്ത് എം കെ ഈക്വൽ ടു k1. എം കെയുടെ വില k1 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് k1 ഓഫ് എപ്സിലോൺ ആരൊക്കെ വലുതായിരിക്കും h1 ഓഫ് എപ്സിലോൺ. സോ വി ഗെറ്റ് 2. ഇക്വേഷൻ 2-ന് എന്ത് സംഭവിക്കുമ്പോൾ ഇക്വേഷൻ 2-ൽ ഒരു ചേഞ്ച് വരും. കാരണം അവിടെ എം കെ നമുക്ക് k1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എൻ കെ മൈനസ് x1 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h1 ഓഫ് എപ്സിലോൺ. പിന്നെ അവിടെ എം കെ മാറ്റാം പർട്ടിക്കുലർ കേസ് ആയതുകൊണ്ട്. സോ യു ഗോട്ട് വാട്ട് modulus of xk minus xk1 less than epsilon by 2 for every k greater than or equal to h1 of epsilon. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ കെ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ n1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, n2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2, n3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എൻ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ ആയിരിക്കും. അപ്പോൾ എൻ കെ ഉപയോഗിക്കുന്നതിന് പകരം കെ ഉപയോഗിച്ചാൽ അത് വർക്ക് ചെയ്യും. കാരണം എൻ കെയിൽ വർക്ക് ചെയ്യുമെങ്കിൽ കെയിലും വർക്ക് ചെയ്യും. സോ യു ഗോട്ട് വാട്ട് മോഡ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് കെ വൺ, അതായത് എക്സ് കെ മൈനസ് എക്സ് കെ വൺ, അതായത് മൈനസ് എക്സ് കെ വണ്ണും പ്ലസ് എക്സ് കെ വണ്ണും ആഡ് ചെയ്ത്, അതായത് ഒരു ടേം ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് എക്സ് കെ മൈനസ് എക്സ് കെ വൺ പ്ലസ് മോഡ് എക്സ് കെ വൺ മൈനസ് എക്സ് സ്റ്റാർ എന്ന് കിട്ടും. അത് നമുക്ക് തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് എന്ത് ഒന്ന് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, അടുത്തതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും അല്ലേ. ഇക്വേഷൻ 3 പ്രകാരം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 കിട്ടുന്നു. അതുപോലെ തന്നെ വണ്ണിൽ നിന്നും 2-ൽ നിന്നുമാണ് കിട്ടുന്നത്. രണ്ടും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. Therefore xk minus x star is less than epsilon for every k greater than or equal to h1 of epsilon. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കെ എവിടേക്കാണ് ഡിൻഡ് ചെയ്യുന്ന എക്സ് സ്റ്റാറിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സീക്വൻസ് കൺവേർജൻ്റ് ആണ്, കോഷിയാണ്. കോഷിയാണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും, ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു സബ് സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും. ആ സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് എക്സ് സ്റ്റാർ ആണെങ്കിൽ ഈ സീക്വൻസ് തന്നെ അതിലേക്ക് പോകുന്നത് പ്രൂവ് ചെയ്യാം. ആദ്യം സബ് സീക്വൻസിൻ്റെ കൺവേർജൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, രണ്ടാമത് സീക്വൻസ് കോഷി ആയതുകൊണ്ട് സബ് സീക്വൻസും കോഷിയാണ്, അതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ സബ് സീക്വൻസിൻ്റെ കൺവേർജൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇക്വേഷൻ 1. അതുപോലെ സബ് സീക്വൻസിൻ്റെ കോഷിയുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇക്വേഷൻ 2. ഇത് രണ്ടിലും പർട്ടിക്കുലർ കേസ് k1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 റിസൾട്ടുകൾ കിട്ടുന്നു. മുകളിൽ 1-ൽ നിന്നൊരു തൊട്ട് താഴെയും പർട്ടിക്കുലർ കേസ് റിസൾട്ടും, അതുപോലെ തന്നെ ഇവിടെ ഒരു 3 എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മോഡ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാറിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h1 ഓഫ് എപ്സിലോൺ ആയത്. ഓക്കെ, ദെർഫോർ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. താങ്ക് യു.